നോക്കിയമ്മ, ഈ അറിഞ്ഞൂടാത്ത പണിക്കൊന്നും പോകുന്നതിനേക്കാൾ നല്ലത് അറിയാന്നുള്ള പണിക്ക് പോകുന്നതല്ലേ. എനിക്ക് ഈ ഫുഡൊന്നും അത്ര വശമല്ല. എന്തിനാ ചുമ്മാ പണി വാങ്ങിച്ചു പിടിക്കുന്നത്? അപ്പോഴൊരു യാത്ര, വെറുതെ ഇങ്ങനെ പൂക്കളും മലകളും കുന്നുകളും തോടും അരുവിയൊക്കെ കൂടെ ആയിട്ട് യാത്ര. വാ, ഓക്കെ, പൂക്കളെ എടുക്കാൻ പോവാം. എനിക്കതാണ് ഇഷ്ടം, പൂക്കളെ പിടിക്കാൻ പോവാം കേട്ടോ. നല്ലത്, എൻ്റെ ആരോഗ്യത്തിന് നല്ലത് അതാ, പൂക്കളെ തന്നെ. ഇതാണ് ശിവൻ്റെത്തെ പ്രകൃതി. കണ്ടോ, മഴ ഒന്ന് നിൽക്കുന്ന സമയമാണത്. നോക്കിയേ, അങ്ങോട്ട് ഉണ്ടാക്കാൻ വെച്ച് നോക്കിയേ കണ്ടാ, നല്ല മഴ വരുന്നുണ്ട്. മതി അത്രയും, ഓക്കെ. ഇതിന് കാക്കപ്പൂവാണോ പൂച്ചപ്പൂവാണോ കോഴിപ്പൂവാണോ എന്നൊന്നും എനിക്കറിയില്ല. കിട്ടിയ പൂക്കൾ അത്രയും ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? അറിയില്ല, എനിക്കും അറിയില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ വിചാരിക്കും, ദൈവമേ ഇതൊരു പട്ട് കേസാണല്ലോ എന്ന്, ഇവിടെ വന്ന് പെട്ടുപോയല്ലോ എന്ന് അല്ലേ. എൻ്റെ വീഡിയോ കൊളവാക്കാൻ ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് കൊളവാക്കുക. അതെ, ഈ പൂക്കൾക്കൊക്കെ ഒരു പേരുണ്ട്. പക്ഷെ പേരിട്ടത് ഞാനല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. എന്നാലും ഈ പൂക്കൾക്കൊക്കെ പേരിട്ടത് ആരായിരിക്കും? അതിന് ഞാനല്ല. ഞാനായിരുന്നെങ്കിൽ ഇതിൻ്റെ പേരുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അത് ആരോ ഇട്ട പേരുകളാണ്. ഇതിൻ്റെയൊക്കെ പേരുകൾ അറിയാമെന്നുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്കൊരാളെ പരിചയപ്പെടാൻ പോകാം കേട്ടോ. എൻ്റെ വീട്ടിലുള്ള മുല്ല, ആ മുല്ലപ്പൂവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ മുല്ലപ്പൂവിനെ കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു. എന്തായാലും വീഡിയോ കൊളവാക്കി, അപ്പോൾ പിന്നെ ഒരു പാട്ടും കൂടെ പാടി കൊളവാക്കിയാൽ എന്താ. റോഡിൽ കൂടി ഐസ്ക്രീം പോയ സൗണ്ടാണ് കേട്ടെ, ക്ലിങ് ക്ലിങ് ക്ലിങ്. ഉന്നെ കണ്ട നാൾ മുതൽ ഞാൻ വച്ച പൊട്ടിങ്കറുപ്പ് താ, കെട്ടിഞ്ചട പിന്നെ കറ്റും റിവൻ കറുപ്പ് താ, പൂക്കടയിൽ തേടിനെ പൂവിലെ കറുപ്പ് താ, അன்று முதல் எனக்கு தான் பூக்கள் மீது வெறுப்பு தான், பாவாடை கட்டி கட்டி பதிஞ்ச தடங்கறுப்பு தான், முத்தம் கெட்டு காத்திருக்கும் அந்த இடம் உனக்கு தான், உன்னை புத்தி வச்சிருக்க. ചത്തേനെ, പാട്ട് തൊണ്ടയിൽ കൂടി ചത്തെന്നുള്ള പേര് എനിക്കെന്നെ